കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം 2-ാം ദിവസം മാർച്ച് മാസം 1-ാം തീയതി രാവിലെ പതിവ് മാതിരി നിർമാല്യ ദർശനം, ഉഷപൂജയ്ക്ക് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ 8 ദിക്കുകളിലും ദിക്കുകൊടികൾ സ്ഥാപിക്കുക ആണ് ചെയ്യുന്നത്. ഉഷപൂജ കഴിഞ്ഞ് ഈ ദിക്കുകൊടി സ്ഥാപിക്കുന്നതിന് തൊട്ട് മുമ്പേ തന്നെ ക്ഷേത്രത്തിനകത്ത് മണിക്കിണറിനടുത്ത് വെച്ച് നമ്മൾ നവധാന്യങ്ങൾ വിതച്ചിട്ടുണ്ടാവും. അവിടെ മുളം പൂജയുണ്ട്. മുളം പൂജയ്ക്ക് ശേഷം ദിക്കുകൊടികൾ സ്ഥാപിക്കുന്നു. ദിക്കുകൊടികൾ സ്ഥാപിച്ചതിന് ശേഷം ഉഷ ശിവേലിയാണ്. 3 ആന വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടുള്ള എഴുന്നള്ളിപ്പാണ് നടക്കുന്നത്. അത് സുമാർ ഒരു 9:30 മണി വരെ ഉണ്ടാവും. 9:30 മണിക്ക് ശേഷം ശിവേലി കഴിഞ്ഞ് ഭഗവാൻ ശ്രീകോവിലിൽ എത്തുകയും അതിനുശേഷം പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരടി പൂജ നടക്കുന്നു. പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രീഭൂതബലി എഴുന്നള്ളിക്കുന്നു. ശ്രീഭൂതബലി അകത്ത് ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് 2-ാമത്തെ പ്രദക്ഷിണം സപ്തമാതൃക്കളുടെ അവിടെ തൂവുമ്പോൾ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. അത് സുമാർ ഒരു 10:30 മണി ആവും. ഒരു 20 മിനിറ്റ് 30 മിനിറ്റാണ് ആ സപ്തമാതൃക്കൾ അവിടെ തൂവുമ്പോൾ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ ദർശനത്തിന് ഭക്തന്മാർക്ക് സൗകര്യം ഉണ്ടാകുക. ഈ സമയത്ത് ദർശനം നടത്തുന്നതും കാണിക്ക ഇടുന്നതും എല്ലാം ശ്രേയസ്കരമാണ്. ആ സപ്തമാതൃക്കൾ അവിടെ തൂവൽ കഴിഞ്ഞാൽ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയും ആനപ്പുറത്ത് കയറി ശ്രീഭൂതബലി മുഴുവനാക്കുകയും ചെയ്യുന്നു. ശ്രീഭൂതബലി മുഴുവനാക്കി കഴിഞ്ഞാൽ ഭഗവാൻ അകത്തേക്ക് പോകുന്നു. ഭഗവാൻ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നവകാഭിഷേകം, ഉച്ചപൂജയ്ക്ക് അലങ്കാരമെല്ലാം നടക്കുന്നു. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ കൂത്തമ്പലത്തിൽ ചാക്യാർ കൂത്തുണ്ട്. ചാക്യാർ കൂത്ത് നമുക്ക് ഏകദേശം 1 മണി മുതൽ തുടങ്ങും. ഒരു 3 മണി 4 മണി വരെ ഉണ്ടായിരിക്കും. അത് കാണുന്നത് വിശേഷമാണ്. പിന്നെ ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ വീണ്ടും 3:30 മണിക്ക് നട തുറക്കും. 3:30 മണിക്ക് നട തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഭഗവാന്റെ കാഴ്ചശിവേലിയായി. പ്രഗത്ഭ കലാകാരന്മാരാണ് ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് കൊട്ടുവാനായിട്ട് ഇവിടേക്ക് എത്തുന്നത്. അത് ഏകദേശം ഒരു 5:30 മണി 5:45 അത് അവസാനിക്കുകയും ഭഗവാന്റെ എഴുന്നള്ളിപ്പ് അകത്തേക്ക് പോവുകയും ഒരു 6:15 ആ സന്ധ്യാസമയമാകുമ്പോൾ ശ്രീഭൂതബലി നടക്കുന്നു. സന്ധ്യാസമയത്ത് ഭഗവാന്റെ ദീപാരാധന നടക്കണം. ദീപാരാധന കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്താഴപൂജയായി. ഉത്സവക്കാലത്ത് ഭഗവാന്റെ അത്താഴപൂജയ്ക്ക് ഒരു വിശേഷാൽ നിവേദ്യമുണ്ട്. ഇരട്ടി പായസം, നാളികേരം ഇടിച്ച് പിഴിഞ്ഞ് ശർക്കരയിൽ പാവ് കാച്ചി നിവേദ്യം ഒക്കെ കൂട്ടിക്കുഴച്ച് ഇരട്ടി പായസം ഉണ്ടാക്കുന്നുണ്ട്. അത് ഭഗവാന് വിശേഷാലായിട്ടുള്ളതാണ്. അത്താഴപൂജ കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ ഭഗവാന് ആദ്യമേ ശ്രീഭൂതബലിയായി. ദീപാരാധന കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് കേളി, മദ്ദളപ്പറ്റ്, കൊമ്പുപറ്റ്, ക്ഷേത്രത്തിന് ചുറ്റോറും പാടകം പറയുന്നുണ്ടാവും. ഒരു 5-6 കലാകാരന്മാരുണ്ടാവും. ഇതെല്ലാം ഉണ്ടാവും. ഇതൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു പാലമായിട്ട് നമുക്ക് കണക്കാക്കാം. ഭഗവാന്റെ കഥകളാണ് പറയണത്. അത് രസമായിട്ടാണ് പറയുന്നത്. നമുക്ക് തമാശ രൂപേണ നമ്മളെയൊക്കെ കളിയാക്കിയും കൊണ്ടൊക്കെയാണ് അത് അവതരിപ്പിക്കുക. അത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. അപ്പോൾ ഭഗവാന്റെ അത്താഴപൂജ കഴിഞ്ഞാൽ ശ്രീഭൂതബലി അവസാനത്തെ പ്രദർശനത്തിന് വന്നിട്ട് ആ വടക്കേ നടയിൽ സ്വർണ്ണപ്പഴുക്കാമണ്ഡപം എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. ഈ സ്വർണ്ണപ്പഴുക്കാമണ്ഡപം രാവിലെ ഉണ്ട് എഴുന്നള്ളിക്കുന്നത്. പക്ഷേ അതൊക്കെ അലങ്കരിച്ചിട്ടാണ് വയ്ക്കുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയുണ്ടാവും, വെൺചാമരുണ്ടാവും, പട്ടുകൂട ഉണ്ടാവും, ആലവട്ടം ഉണ്ടാവും. വീരാളിപ്പട്ടിലാണ് ഭഗവാനെ ഇരുത്തണത്. ഈ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരിക്കുമ്പോൾ ഒരു ചക്രവർത്തി ഭാവത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. രാത്രി അവിടെ എഴുന്നള്ളിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശസ്ത കലാകാരന്മാരുടെ തായമ്പക എല്ലാം ഉണ്ടാവും. അത് ഏകദേശം ഒരു 3-4 തായമ്പക ഉണ്ടാവും. അത് ഏകദേശം നമുക്കൊരു 12-12:30 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് കേൾക്കാൻ ദൂരദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അത്രയും കേമാവും അവരുടെ തായമ്പക. ഇവിടെയൊക്കെ വെച്ചിട്ടാണ് കലാകാരന്മാരുടെ ആ മൂല്യം നമ്മൾ കണക്കാക്കണതൊക്കെ. അവർക്ക് ചില അവാർഡുകളൊക്കെ കൊടുക്കാറുണ്ട് ദിവസം. അത് അവസാനിച്ചതോടുകൂടി ഭഗവാന്റെ ചുറ്റുവിളക്ക് 3 ആന മുകളിലുള്ള എഴുന്നള്ളിപ്പ് നടക്കി ഭഗവാനെ 1 മണി
1:30 മണിയാകുമ്പോഴേക്കും സ്ത്രീകളത്തേക്ക് കയറുന്നു, നട അടയ്ക്കണം. ഇതേ സമയം തന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളുണ്ട്. അഷ്ടപതിയുണ്ട്, നാഗസ്വര കച്ചേരിയുണ്ട്, നൃത്യങ്ങളുണ്ട്, ഭജൻസ് ഉണ്ട്. അതൊക്കെ ഓരോ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെയാണ് ഓരോരുത്തർക്ക് ടൈം കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി വരെ കലാപരിപാടികളാണ്. ഇതേ സമയത്ത് തന്നെ ക്ഷേത്രക്കുളത്തിൻ്റെ ഭാഗത്ത് 2 സ്റ്റേജുകളുണ്ട്. അവിടെയാണ് വേറെ വിശേഷങ്ങളായിട്ടുള്ള തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി എല്ലാം അവിടെയും കാണാം നമുക്ക്. പിന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു സ്റ്റേജുണ്ട്. അവിടെയും വൈകുന്നേരം വിശേഷാൽ കലാപരിപാടികളെല്ലാം ഉണ്ടാവും. ഫ്യൂഷൻ മാതിരിയുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ടാവും. ഇതിന് പുറമെ ഭഗവാനെ കണ്ട് തൊഴുത് മനസ്സ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയറ് നിറയാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഉച്ചക്കഞ്ഞി, പുഴുക്ക്, നാളികേരപ്പൂള്, ശർക്കര ഇതെല്ലാം ഒരു ട്രഡീഷണൽ രൂപത്തിൽ പാളയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പ്ലാള പ്ലേറ്റ്, പ്ലാവില, നമ്മൾ കുമ്പിളുമാരി കുത്തി അതങ്ങനെ കഴിക്കുന്നത് തന്നെ ഏതൊരു ഭക്തനും വയറ് നിറയും, മനസ്സും നിറയും. അപ്പോൾ ഗുരുവായൂർ ഈ ഉത്സവത്തിന് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വയറ് നിറയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഞ്ഞിയും പുഴുക്കും കൊടുക്കാൻ ദേവസ്വം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 ദിവസമാണ് ഉത്സവം തന്നെ. 10 ദിവസം നിങ്ങൾ ഗുരുവായൂർക്ക് വന്നോളൂ. നമ്മളൊക്കെ പറയും സ്വർഗത്തിലോ വൈകുണ്ഠത്തിലൊക്കെ പോയ മാതിരിയുള്ളതാണ് നമുക്ക് കാണാം. കാരണം ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നൃത്യങ്ങൾ, ഒരു ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തായമ്പക വാദ്യങ്ങൾ, ഘോഷങ്ങൾ, ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റ് അറേഞ്ച്മെൻറ്റുകൾ ധാരാളം. ആകെ ഒരു തിരക്കാണ്. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന മാതിരിയാണ് നമുക്കുണ്ടാവുക. അപ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിന് നല്ലൊരു കാഴ്ചകളാണ് ഗുരുവായൂർ വന്നാൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അന്നദാനമായിട്ട് കഞ്ഞി പുഴുക്കായിട്ട് നമുക്ക് വയറ് മുഴുവൻ നിറയും. ഭഗവാന്റെ ദർശനം നടത്തി കഴിഞ്ഞാലാവും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടും. അപ്പോൾ എല്ലാവരും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് വരുവാൻ ശ്രദ്ധിക്കുക. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി ഇപ്പം ദേവസ്വം കുറേ ചെയ്തിട്ടുണ്ട്. ദേവസ്വം ചാനലിൽ എല്ലാ പരിപാടികളും ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലത്തെ ആനയില്ലാ ശിവേലി, ഉച്ചയ്ക്കുള്ള ആനയോട്ടം, രാത്രിയുള്ള എഴുന്നള്ളിപ്പുകൾ, കലാപരിപാടികൾ എല്ലാം ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് മറ്റുള്ള ഭക്തരിൽ എത്തിക്കാൻ വേണ്ടി ദേവസ്വം ചെയ്തു വെച്ച ഒരു നല്ല കാര്യമാണത്. അപ്പോൾ ദേവസ്വത്തിൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. ഗുരുവായൂർ വരാൻ പറ്റാത്തവർക്ക് അതൊരു നല്ലൊരു അനുഭവമാകും. ഗുരുവായൂർ വരികയാണ് വേണ്ടത് ഞാൻ പറയണമെങ്കിൽ. എങ്ങനെ ലീവ് ഇല്ലെങ്കിലും ലീവ് ഉണ്ടാക്കുക, എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വരിക, 2 ദിവസം കൂടുക, ഇതിലൊക്കെ പങ്കെടുക്കുക, മനസ്സ് നിറഞ്ഞു പോവാം, ഭഗവാന്റെ അനുഗ്രഹം നേടി പോവാം, നമ്മുടെ ജീവിതം മുഴുവൻ സുഖസുന്ദരമായി തീർക്കാൻ പറ്റും. അപ്പോൾ ഉത്സവം 2-ാം ദിവസത്തെ ഒരുവിധ ചടങ്ങുകളൊക്കെ നമ്മൾ പറഞ്ഞു. 3-ാം ദിവസത്തെ വീഡിയോ അടുത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. പറ്റാവുന്ന ആൾക്കാർക്ക് മുഴുവൻ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിന് ആധാരം. അപ്പോൾ എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ.